എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്നുകിൽ വൈനിലോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ തോന്നിയാൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഓവനൊന്നും യൂസ് ചെയ്യണില്ല, ബീറ്ററും യൂസ് ചെയ്യണില്ല, മിക്സിയിലാണ് വേഗത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ മിക്സിങ് അറിയില്ല എന്നൊരു പ്രശ്നമില്ല, മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മുട്ട ചേർക്കണുണ്ട്, പിന്നെ പാലൊന്നും വേണ്ട. അപ്പോൾ സാധാരണ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നേക്കാളും മുന്നേ ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് അതിലൊന്ന് എണ്ണ ഏതെങ്കിലും തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ താഴെയും പിന്നെ സൈഡിലും ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പേപ്പർ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത ബട്ടർ പേപ്പറാണ്. ഇതിൻ്റെ വീഡിയോ തന്നെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുക. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. എന്നാലല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ് കളറ് വരുള്ളൂ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ പഞ്ചസാര ഉരുകാനായിട്ട് നമുക്ക് തുടങ്ങണം. അപ്പോൾ ഉരുകാൻ തുടങ്ങുന്നതോടുകൂടി നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞൊന്നും പോവരുത്, പിന്നെ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. ഇങ്ങനെ മെൽറ്റായിട്ട് ഫുള്ള് മെൽറ്റാവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നമ്മൾ പ്രത്യേകം ലോ ഫ്ലെയിമിൽ തന്നെ തീയിടണം. അങ്ങനെ ഫുള്ളായിട്ട് മെൽറ്റായിന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ അങ്ങനെ പതഞ്ഞ് വരും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 250 ml കപ്പാണ് യൂസ് ചെയ്യണത്, അത് വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളവും കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയാൽ ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ദേഹത്തോടൊന്നും തെറിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല സൗണ്ടിൽ വെള്ളം ഇങ്ങനെ തെറിക്കും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നീങ്ങി നിന്നിട്ട് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് ഒരു കപ്പിൽ 1.5 കപ്പ് മൈദ അളന്നെടുത്തിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ലെവൽ ചെയ്തിട്ട് എടുക്കണം. കപ്പിൽ ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കുന്ന പോലെ മൈദ എടുക്കരുത്, അപ്പോൾ അതിൻ്റെ അളവൊക്കെ തെറ്റിപ്പോവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെടുക്കുന്ന ഗ്ലാസ് ഇല്ലേ, സാധാരണ വലുപ്പത്തിലുള്ള ആ ഒരു ഗ്ലാസ് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഏതളവും ആ ഒരേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും വേണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ വേണ്ടത് 1 നുള്ളു ഉപ്പാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ നമ്മൾ ഈ പൊടികളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അരിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും, പിന്നെ കേക്ക് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഈ പൊടികൾ അരിക്കുന്നതോടൊപ്പം തന്നെ ഞാനിവിടെ കറുവാപ്പട്ട പൊടിച്ചതും അതുപോലെ നമ്മുടെ ജാതിക്ക പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ പൊടിയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും, എന്നാലേ കറക്റ്റ് ആ ഒരു പ്ലം കേക്കിന് ആ ഒരു മണം കിട്ടുള്ളൂ. ഈ പൊടി നിങ്ങൾക്ക് ആ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ച പൊടിയായതുകൊണ്ട് അതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതോടൊപ്പം തന്നെ അരിച്ച് പോന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യണത്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒരു 3 തവണ അരിച്ചെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കണം. ഒരു 3/4 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് വരെയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ചെറി ഇത്രയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കേക്കിൽ ചേർക്കാനായിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി, നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ മിക്സില്ലേ
അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടി ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നന്നായിട്ടൊന്ന് പുരണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളിത് കേക്കിൽ ചേർക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് താന്ന് അടിയിൽ പോയി കിടക്കും. അതില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു 3 മുട്ടയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അത് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സിയുടെ ജാർ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് മുട്ട ഒന്ന് പതയുള്ളൂ. എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു മിനിറ്റൊക്കെ അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പാണ്. അതായത് നമ്മൾ പൊടിച്ചതിന് ശേഷമാണ് ഞാൻ അളവ് പറയുന്നത്. ആ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. ആദ്യം ഒരു ബാച്ച് ഇടുക, പിന്നെ ഒന്ന് അടിച്ചെടുക്കുക, പിന്നെ വീണ്ടും അടുത്തത്. അങ്ങനെ ഇട്ടിട്ട് വേണം പഞ്ചസാരയും മുട്ടയും കൂടി മിക്സാക്കി എടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കിയിട്ട് ചൂടാറുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ ഇതിലങ്ങനെ ചേർക്കണ്ട, അപ്പോൾ ഒരു വേറെ സ്മെല്ല് വരും. അതുപോലെ നെയ്യ് ചേർത്താലും അതെ, ഒരു വേറെ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഓയിൽ ഏതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. അധികം നേരം ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് ഒരു 3 ബാച്ചായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇടുക, പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുക മാത്രം മതി. പിന്നെ അടുത്ത ബാച്ച് ഇടുക, വീണ്ടും അടിക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം. ഇപ്പോൾ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റ് ആവും മാവ്, വേറെ വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ സിറപ്പില്ലേ, ഒരു ബ്രൗൺ കളറിൽ, അത് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അടിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് മിക്സിയിൽ തിരിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിക്ക് തിരിയാനൊരു ബുദ്ധിമുട്ട് തോന്നും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും ഒരു മിക്സ് ഇല്ലേ, അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാത്രത്തിലേക്ക് ഒഴിക്കണം എന്നൊന്നുമില്ല, നേരിട്ട് മിക്സിയിലിട്ട് മിക്സ് ചെയ്താലും മതി. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ഇളക്കൊന്നും ചെയ്യരുത്, പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരേ സൈഡിലേക്ക്. നമ്മൾ കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇടയിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏത് പാത്രമാണോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം മതി. പിന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ കുറച്ച് പഴയ പാത്രങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഉപ്പോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല, വെറുതെ ചൂടാക്കിയിട്ടാണ് ബേക്ക് ചെയ്യണത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും, അല്ലെങ്കിൽ വലിയ എയർ ഹോൾസ് വരും കേക്കിൻ്റെ ഉള്ളിൽ. അത് ഒഴിവാക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഴയ ചോറും പാത്രമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. സ്റ്റീലിൻ്റെ പാത്രത്തിലായാലും നമുക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പഴയ ചീനച്ചട്ടി ഇങ്ങനെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ടൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊന്തി നിൽക്കണം കേക്കിൻ്റെ ടിന്ന്, താഴെ മുട്ടരുത്, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു മൂടി കമത്തി വെച്ച് കൊടുത്താലും മതി. എന്നിട്ടിത് തുറന്നിട്ട് നമുക്ക് ഈ ബേക്ക് ചെയ്യാനുള്ള കേക്കിൻ്റെ ബാറ്ററിയുള്ള പാത്രം ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം. നല്ല എയർ ടൈറ്റായിട്ട് മൂടിയിരിക്കണം, എയർ ഒട്ടും പുറത്ത് പോകാൻ പാടില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമും ബാക്കി ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമുമാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് പൊന്തി വരുള്ളൂ. പിന്നെ ഏറ്റവും ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു അരമണിക്കൂറാകുമ്പോൾ നിങ്ങൾ ഇതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായി ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നന്നായിട്ട് പൊന്തിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം.
നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്ക് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചോളൂ വൈനിലൊക്കെ. അപ്പോൾ ഒരു ഓതൻറ്റിക് ടേസ്റ്റായിട്ട് അത് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്ത് കാണിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അപ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ എൻ്റെ മക്കൾക്ക് അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറേയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മുടെ ആ ഒരു ജാതിക്കയുടെ കുരു പൊടിച്ചതും പിന്നെ നമ്മുടെ കറുവപ്പട്ട പൊടിച്ചതും എന്തായാലും ചേർക്കണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു മണമൊന്നും വരില്ല പ്ലം കേക്കിൻ്റെ. ജാതിക്ക പൊടിച്ചത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, വീട്ടിലില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അതുപോലെ ഒരു ഗ്രാമ്പൂ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ചിലർക്ക് അധികം സ്പൈസസിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക. പിന്നെ പ്ലം കേക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നാളെയൊക്കെയാണ് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ, അതുകൊണ്ട് എല്ലാവരും പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾ ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായി വന്നു എന്ന് മെസ്സേജ് അയക്കുമ്പോഴാണ് പിന്നെയും കേക്കിൻ്റെ റെസിപ്പീസ് ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത്. അതിന് എല്ലാവരോടും ഒരുപാട് താങ്ക് യു. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോക്ലേറ്റ് കേക്കൊക്കെ നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള കേക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം മറക്കരുത്, പ്രാർത്ഥനാസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.